പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാദ്രി ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർച്ചടി ഹസ്തമാർന്ന തുടിതൻ കുത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. കൊട്ടത്തേങ്ങ കുരുകടലക്ക ഞെട്ടറ്റുള്ള പഴം പഞ്ചസാര ശർക്കരയിൽ വിളയിച്ചിട്ട് അഷ്ടീമുഷ്ടമായിട്ട് ഗണപതിക്ക് അർപ്പിച്ചോ? ആരും അർപ്പിച്ചില്ല. ഗണപതിയെ പറ്റിയിട്ട് നമ്മൾ എന്താ പ്രാർത്ഥിക്കല്? ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഅഹം ഗണനായകം. ഏകദന്തം ഒറ്റക്കൊമ്പ, രണ്ടു കൊമ്പുണ്ടായിരുന്നു, ഒന്ന് പരശുരാമൻ വെട്ടിക്കളഞ്ഞ. കേരളം എന്ന് പറയുന്ന ഒരു ഗാത്രത്തിൽ, കേരളം എന്ന് പറയുന്ന ഒരാളിങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത് പോലെ മൃദംഗം പിടിച്ചിട്ട് മലർന്നു നിൽക്കുന്ന ഒരാളെ പോലെയാണ് കേരളത്തിന്റെ ഭൂഘടന. അവിടെ എല്ലാ പർവ്വതങ്ങളും എല്ലാ പശ്ചിമഘട്ടവും തെക്കുവടക്കാണ് നീണ്ടുകിടക്കുന്നത്. അന്യോന്യം അംബാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ട ഈ നല്ല രാജ്യമുണ്ടല്ലോ, കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കുവടക്കു നീളെ, തെക്കുവടക്കാണ് പർവ്വതങ്ങളെല്ലാം കിടക്കുന്നത്. ആ പർവ്വതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേരള മുത്തച്ഛനോ കേരളമാകുന്ന മാതാവോ ആരാ എന്തു വേണമെന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഒരു മൃദംഗം കയ്യിലേന്തിയിരിക്കുന്നത് പോലെ കിഴക്കു പടിഞ്ഞാറായി കിടക്കുന്ന ഒരു പർവ്വതമാണ് പുറകിഴാർ മല. ആ പുറകിഴാൽ നാട്ടരജന്മാർ കോലത്തുനാട്, വള്ളുവനനാട്, വേണാട് തുടങ്ങിയ നാട് ഉണ്ടായിരുന്ന കാലത്ത് ഈ പ്രദേശത്തിന്റെ നാട്ടുപേര് പുറകിഴാർ നാട് എന്നായിരുന്നു. ആ പുറകിഴാർ നാട്ടരജന്മാരുടെ മലയാണ് പുറകിഴാർ മല. അത് പറഞ്ഞു നമ്മള് പുരളിമല എന്ന് പറഞ്ഞു. ആ പുരളിമലയാകുന്ന മൃദംഗ ശൈലം, മൃദംഗം പിടിച്ച പോലുള്ള ഒരു ശൈലം, ആ ശൈലത്തിന്റെ വടക്കു ഭാഗത്ത് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇഴപിരിഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ ഈ പർവ്വതത്തിന്റെ നേരെ തെക്കുഭാഗത്ത് മറ്റൊരു ക്ഷേത്രമുണ്ട്, പഴശ്ശിരാജയുടെ കുടുംബക്കാർ സ്ഥാപിച്ച ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് എൻ്റെ നാട്. അത് തൊടീക്കളം ശിവക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നിന്നൊരാള് മലയുടെ ഇപ്പുറത്ത് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അതിൽ ആദ്യം തന്നെ ഞാൻ സന്തോഷം അറിയിക്കുക. പ്രിയമുള്ളവരെ, നമ്മള് ഈ ക്ഷേത്രത്തിൽ വരുമ്പോ, ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോ, കേരളക്കരയിലുള്ള സകലമാന മനുഷ്യരും പല ജില്ലകളിൽ നിന്നും കൂടെ വരുമ്പോ ഈ ക്ഷേത്രത്തിന്റെ കരുത്തും മഹത്വം എന്ന് പറയുന്നത് ഭാരതത്തിലെ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയായിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു ഇവിടം എന്നതാണ്. എന്താണ് ഭാരതത്തിലെ ദൈവതത്വശാസ്ത്രത്തിന്റെ ഭക്തിയുടെ 3 പ്രധാനപ്പെട്ട അടിത്തറകൾ? എന്താണ് ആ അടിത്തറകൾ? കണ്ടെത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭക്തന്മാരാവുന്നത്. ആ അടിത്തറ കണ്ടെത്താൻ വേണ്ടി കേരളത്തിലെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പിനോടൊരു പ്രാർത്ഥനാ ഗാനം, അദ്ദേഹം പ്രാർത്ഥനാ ഗാനം ഒന്നും എഴുതുന്ന ആളല്ല, പക്ഷെ അദ്ദേഹത്തോടൊരു പ്രാർത്ഥനാ ഗാനം എഴുതാൻ പറഞ്ഞപ്പോ അദ്ദേഹം എഴുതിയ പ്രാർത്ഥനാ ഗാനത്തിൽ ആ അടിത്തറയിലാണ് അവസാനിക്കുന്നത്. പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാദ്രി ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. ഈ സത്യ ശിവ സൗന്ദര്യങ്ങളുടെ സമന്വയ രൂപമായിട്ട് ഭക്തിയെയും പ്രാർത്ഥനയെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് മനുഷ്യർക്ക് നേട്ടമോ മനുഷ്യ സമുദായത്തിന് നേട്ടമോ ഉണ്ടാവില്ല. പിന്നെ ദൈവത്തിന് നേട്ടം ഉണ്ടാവോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ?
നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ദൈവം, ആ കൂട്ടത്തിൽ ആയിരക്കണക്കിന് ഗാലക്സികളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ഗാലക്സി മാത്രമാണ് സൗരയുദ്ധം, അല്ലെ? സൂര്യൻ ഉൾക്കൊള്ളുന്ന ഗാലക്സി, സൂര്യൻ ഉൾക്കൊള്ളുന്ന ഗാലക്സി. ആ കൂട്ടത്തിൽ ആകാശഗംഗ എന്ന് പറയുന്ന ഒരു ചെറിയ ഗാലക്സിയാണ്. ആ ഗാലക്സിയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ സമൂഹത്തിൽ ഒരു ചെറിയ നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ആ സൂര്യന് ഒരുപാട് ഗ്രഹങ്ങൾ അതിനെ ചുറ്റുന്നുണ്ട്. വ്യാഴത്തെയും ശനിയെയും അപേക്ഷിച്ചിട്ട് ആ കൂട്ടത്തിൽ ഒരു കൊച്ചു ഗ്രഹമാണ് ഭൂമി. ആ ഭൂമിയിൽ 2/3 ഭാഗം കടലാണ്, 1/3 കരയുള്ളൂ. ആ കരയിൽ 7 വൻകരയിൽ ഒരു വൻകരയായ ഏഷ്യയിൽ റഷ്യയെ പോലെ ചൈനയെ പോലെ വലിയ പ്രവിശാലമായ ഒരുപാട് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ ഒരു കൊച്ചു രാജ്യമാണ്. ആ കൊച്ചു രാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനമാണ് ഈ കേരളം. ഈ കേരളത്തിൽ ഒരു ജില്ലയായ കണ്ണൂർ ജില്ലയിലെ ഒരു മുഴക്കുന്ന് പഞ്ചായത്തിലെ നമ്മുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ദൈവം അപ്പാട് മെലിഞ്ഞു പോകും. അത്രയും ദുർബലമാണോ ദൈവം? അല്ല. അപ്പൊ പ്രാർത്ഥന എന്തിനാ? ദൈവത്തിന് നേട്ടമല്ല, ദൈവത്തിന് കോട്ടമല്ല. നമ്മുടെ കോവിഡ് കാലത്ത് അമ്പലങ്ങളെല്ലാം പൂട്ടിക്കിടന്നല്ലോ. ഗണപതി കോവിൽ, പമ്പാ ഗണപതിയാവട്ടെ, പഴവങ്ങാടി ഗണപതിയാവട്ടെ, അവിടെ ഒന്നും തന്നെ നട തുറന്നില്ല. കൊട്ടത്തേങ്ങ, കുരുകടലക്ക, ഞെട്ടറ്റുള്ള പഴം, പഞ്ചസാര ശർക്കരയിൽ വിളയിച്ചിട്ട് അഷ്ടീമുഷ്ടമായിട്ട് ഗണപതിക്ക് അർപ്പിച്ചോ? ആരും അർപ്പിച്ചില്ല. ഗണപതിയെ പറ്റിയിട്ട് നമ്മൾ എന്താ പ്രാർത്ഥിക്കല്? ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഅഹം ഗണനായകം. ഏകദന്തം, ഒറ്റക്കൊമ്പ. 2 കൊമ്പുണ്ടായിരുന്നു, ഒന്ന് പരശുരാമൻ വെട്ടിക്കളഞ്ഞ. ഏകദന്തം, മഹാകായം, വലിയ ശരീരമാണ്. തപ്തകാഞ്ചന സന്നിഭം, ചുട്ടുപഴുത്ത വിളക്കിയെടുത്ത സ്വർണം പോലെ നിറമുള്ളതാണ്. ലംബോദരം, ലംബം എന്ന് പറഞ്ഞാൽ കുത്തനെയാണല്ലോ. ലംബമായ വര കുത്തനെ ഉയർന്നു നിൽക്കുന്നതാണ് ലംബം. ഉദരം വയറാണ്. ദാമോദരൻ എന്ന് കേട്ടിട്ടില്ലേ? ദാമം കയറ് കൊണ്ട് ഉദരത്തിൽ ബന്ധിച്ചത് കൊണ്ടാണ് ദാമോദരൻ എന്ന് കൃഷ്ണന് പേര് വന്നത്. ദാമോദരനെ നമ്മൾ വിളിക്കുന്ന ദാമോന്ന് വിളിച്ച കയറേന്ന അർത്ഥം. ദാമോദരനെ കൃഷ്ണനാവൂ. ദാമം കയറാണ്. മധുസൂദനെ മധുവട്ടാന്ന് വിളിക്കലില്ലേ? മധുസൂദൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മധു എന്ന് പറയുന്ന രാക്ഷസനെ സൂദനം ചെയ്തവൻ, കൊന്നവൻ എന്നർത്ഥത്തിലാണ് കൃഷ്ണനെ മധുസൂദൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ മധു എന്ന് വിളിച്ചാൽ എന്താ അർത്ഥം? രാക്ഷസ എന്ന അർത്ഥം. ഈ പേര് ചുരുക്കുമ്പോ നേരെ തലതിരിഞ്ഞു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്തിന്റെ കുട്ടിക്ക് പേരിട്ടു. എന്താ മോനെ പേര് വിളിക്കാൻ എന്നെ ക്ഷണിച്ചു. എനിക്കന്ന് പോകാൻ പറ്റിയില്ല. എന്താ പേരെന്ന് ചോദിച്ചപ്പോ ആമിഷ് എന്ന് പറഞ്ഞു. ആമിഷ്. ഞാൻ പറഞ്ഞു നീ പേര് മാറ്റണം. പേരെല്ലാരെയും വിളിച്ചിട്ടിട്ട പേരല്ലേ? ഞാൻ പറഞ്ഞ പേര് മാറ്റണം. എന്താ അർത്ഥം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അർത്ഥം പറഞ്ഞാൽ നീ ബോധം കെട്ടുപോകും, അതുകൊണ്ട് അർത്ഥം ഞാൻ പറയില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ പേര് മാറ്റിക്കോ. ഞാൻ അർത്ഥം പറഞ്ഞു കൊടുത്തില്ല. എന്നെ വിശ്വാസത്തിലെടുത്തിട്ട് അവൻ കുട്ടിയുടെ പേര് മാറ്റി. എന്താ അർത്ഥം എന്നറിയോ? ആമിഷ്, ശവം. സ്വന്തം കുട്ടിക്ക് പേരിട്ടത് ശവം. അർത്ഥം അറിയാതെ പേരിട്ടാൽ, പണ്ടല്ല അർത്ഥം അറിഞ്ഞിട്ടാണ് സ്ത്രീകൾക്ക് പേരിടും. കണ്ണിന്റെ സൗന്ദര്യമാണ് സ്ത്രീകൾ. അതുകൊണ്ട് വിശാലമായ കണ്ണുള്ളവൾ വിശാലാക്ഷി, അല്ലെ? വിശാലാക്ഷി എന്ന് പേര്. പക്ഷെ ആണുങ്ങൾക്ക് ചെറിയ കണ്ണാണ് സൗന്ദര്യം, അതുകൊണ്ട് ആണുങ്ങൾക്ക് കുഞ്ഞിക്കണ്ണ എന്നും പേരിടും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അർത്ഥം നോക്കിയിട്ടാണ് പണ്ട് പേരിടല്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ നമ്മുടെ പേര് ദാമോദരൻ, മധുസൂദനൻ എന്നൊക്കെ പേര്. മൂകാംബിക ക്ഷേത്രത്തിൽ പലരും പോയിട്ടില്ലേ? എങ്ങനെയാ മൂകാംബികക്ക് മൂകാംബിക എന്ന് പേര് വന്നറിയാമോ? മൂകാംബിക എന്ന് പേര് എങ്ങനെ വന്നു എന്നറിയുന്ന എത്ര ആളുണ്ടോ? ഒന്ന് കൈപൊക്കിയ. മൂകാംബികക്ക് മൂകാംബിക എന്നിങ്ങനെയാ. മിണ്ടാണ്ടിരിക്കുന്ന ദൈവാന്ന് വിചാരിച്ചേ പലരും ധരിച്ചുപോയി. മിണ്ടാണ്ടിരിക്കുന്ന ദൈവാന്ന് പലരും ധരിച്ചുപോയി. മൂകാംബിക എന്ന് പറഞ്ഞാൽ മൂകാസുരനെ കൊന്ന അംബികയാണ്. അതാണ് മൂകാംബിക. അതുപോലെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുന്ന കുറെ പൊട്ടന്മാരുണ്ട്. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ രാജരാജേശ്വരിയല്ല, രാജരാജേശ്വരനാണെന്ന് മഹാഭൂരിപക്ഷത്തിനും അറിയില്ല. ശിവക്ഷേത്രമാണ്, രാജരാജേശ്വരിയല്ല. പക്ഷെ ഇവര് പോയി തൊഴുന്ന എന്താണെന്നറിയോ? അവിടെ തളിപ്പറമ്പ് ക്ഷേത്രത്തിന്റെ ആ ബോർഡിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇടത്തുഭാഗത്തൊരു മെഡിക്കൽ ഷോപ്പും വലത്തുഭാഗത്തൊരു ഹോട്ടലും ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും പേരും രാജരാജേശ്വരി എന്നാണ്.
അത് വണ്ണത്തിൽ ബോർഡുണ്ട്, ആനക്കുട്ടീന്റെ വലുപ്പത്തിൽ. അപ്പൊ ഇവര് പോയി തൊഴുന്നത് എന്താ, മെഡിക്കൽ ഷാപ്പ് ദൈവത്തെയും ഹോട്ടൽ ദൈവത്തെയാ തൊഴുന്നത്, രാജരാജേശ്വരനെ അല്ല. ഇങ്ങനെയാണ് ആ വാക്കുകൾ. പ്രാർത്ഥനയായാലും എന്തായാലും വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി ഉച്ചരിക്കണം. നമ്മുടെ പാട്ടുകളുടെ എല്ലാം അർത്ഥം അതാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇപ്പോ പലരും പ്രാർത്ഥിക്കുന്ന സരസ്വതി ദേവിയെ യക്ഷിയാക്കി കളഞ്ഞു. അറിയോ നിങ്ങള്? സരസ്വതിയെ യക്ഷിയാക്കിയ വിവരം അറിയോ? യക്ഷിയാണ് ഒറ്റമൊലച്ചി എന്ന് പറയുന്ന ഒരു മറുതയുണ്ട്, കേട്ടിട്ടുണ്ടോ? ഒറ്റമൊലച്ചി. ആലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന സാറാ ജോസഫിന്റെ നോവല്, ആ നോവലിൽ തങ്കമണിക്കുട്ടിക്കേറ്റത്തില് രാത്രി പണ്ട് അരിക്ക് ക്ഷാമമുള്ള കാലത്ത് അരി വാങ്ങാൻ പോകുന്ന കോച്ചാത്തിന്റെ കൂടെ പോകുന്ന കുട്ടികള് കോന്നിമേശ്രീന്റെ പറമ്പില് ഒറ്റമൊലച്ചി എന്ന് പറയുന്ന മറുതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് അതിലെ പോവാതിരിക്കുന്നുണ്ട്. ആ കഥയിൽ പറയുന്നുണ്ട്. ഈ ഒറ്റമൊലച്ചിയാണ് യക്ഷി. സരസ്വതി എങ്ങനെയാ ഒറ്റമൊലച്ചിയായേ? സരസ്വതിക്ക് 2 മുലകളുണ്ട്. ഒന്ന് സംഗീതമഭി സാഹിത്യം സരസ്വത്യാസ്തനദ്വയം ഏകമാപാദമധുരം പരമാലോചനാമൃതം. സരസ്വതിയുടെ ഒരു മുല സംഗീതമാണ്, മറ്റൊരു മുല സാഹിത്യമാണ്. ഒന്ന് ആപാദമധുരവും മറ്റൊന്ന് ആലോചനാമൃതവുമാണ്. ഇത് രണ്ടും ഒരുപോലെ പാനം ചെയ്യണം. പക്ഷെ ഇപ്പൊ സംഗീതമേ വേണ്ടൂ, സാഹിത്യം വേണ്ട. പാടുന്ന വാക്കുകളുടെ അർത്ഥം അറിയുന്നവർ വളരെ കുറവാണ്. ഞാനിപ്പോ ഒരുപാട് കോളേജുകളിൽ പോയിട്ട് കുട്ടികളോടെല്ലാം ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒരു 5-8 കൊല്ലമായിട്ട് പാടിത്തുള്ളുന്ന ഒരു പാട്ടുണ്ടല്ലോ, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. ഈ പാട്ടിന്റെ അർത്ഥം അറിയുന്നവർ എത്ര ആളുണ്ട് എന്ന് ചോദിച്ചപ്പോ ഒരു കുട്ടിക്കും അർത്ഥം അറിയില്ല. മാംഗല്യം തന്തുനാനേന ജീവിതം തുന്തനാനേന എന്താന്നറിയില്ല. തുള്ളു തന്നെ. വളരെ നെഗറ്റീവായ ഒരു അർത്ഥമാണ് ആ പാട്ടിനുള്ളത്. അപ്പോ അതിന്റെ അർത്ഥം, സാഹിത്യം, ഓരോ വാക്കിന്റെയും അർത്ഥം അറിയണം. അതാ ഞാൻ പറഞ്ഞു വന്നത്, അർത്ഥം അറിയണം. അപ്പോ ഡാമം എന്ന് പറഞ്ഞാൽ കയറ് എന്നാണ് അർത്ഥം. ഉദരം എന്ന് പറഞ്ഞാൽ വയറ്. ലംബോദരം എന്ന് പറഞ്ഞാൽ ഉയർന്ന വയറുള്ളവനാണ് ഗണപതി. വിശാലാക്ഷം, വലിയ കണ്ടുള്ളവൻ. വന്ദേഹം ഗണനായകം, അങ്ങനെയുള്ള ഗണനായകനെ ഞാൻ വന്ദിക്കുന്നു. അപ്പൊ ഗണപതി ലംബോദരന. 2 കൊല്ലം ക്ഷേത്രം അടച്ചിട്ടിട്ട് ഒരു ഹോമവും നടത്താഞ്ഞപ്പോ ക്ഷേത്രത്തിന്റെ നട തുറക്കുമ്പോ ലംബോദരന്റെ കുടല് പൊട്ടിപ്പോയോ? 6 പാക്ക് കുടലായോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് അതിന്റെ അകത്തിരിക്കുന്ന ഗണപതിക്കാണോ? അല്ലല്ലോ, ഇവിടെ ഇരിക്കുന്ന ഗണപതിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിനല്ല നേട്ടം, നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവത്തിനല്ല കോട്ടം. ഈ പ്രാർത്ഥനകളുടെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടത് ഈ പ്രദേശത്തെ മനുഷ്യന്റെ മനസ്സുകളെയും ഹൃദയങ്ങളെയുമാണ്. ആ ഹൃദയങ്ങളെയും മനസ്സുകളെയും കരുത്ത് വർദ്ധിപ്പിച്ച് സംസ്കാര സമ്പന്നമാക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ 3 ഭാവങ്ങൾ നമുക്ക് നന്നായിട്ട് ബോധ്യം വേണം. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ ഈ ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പ് മറ്റൊരു ക്ഷേത്രം കടന്നിട്ടാ വന്നേ. ഏത് ക്ഷേത്രമാണെന്നറിയുമോ ആർക്കെങ്കിലും? മുഴക്കുന്ന് ബസാറിൽ നിന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് മറ്റൊരു ക്ഷേത്രം കടന്നിട്ടാ ഞാൻ വന്നേ. ആ ക്ഷേത്രം നിങ്ങൾ അറിഞ്ഞത് കുരുക്ഷേത്രം എന്ന് കേട്ടിട്ടില്ലേ? മഹാഭാരത യുദ്ധം നടത്തിയ തപതി പെറ്റുണ്ടാം കുരുവാൻ നരപതിയുടെ വയലാണ് ക്ഷേത്രം. ആ വയലിൽ വെച്ചാണ് കുരുക്ഷേത്ര യുദ്ധം നടന്നത്. എങ്ങനെയാ? വയലതൊരു ക്ഷേത്രമാണ്. കുരുക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു വയലൊരു ക്ഷേത്ര. ആ വയലും കടന്നിട്ടാ വന്ന് ഇത് ക്ഷേത്ര. ഈ 2 ക്ഷേത്രങ്ങൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തമോ പൊരുത്തക്കേടോ ഉണ്ടോ? 2 പൊരുത്തമുണ്ട്, പൊരുത്തക്കേടുണ്ട്. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതെന്തോ അതാണ് ക്ഷേത്രം. 2 തരം ക്ഷയമുണ്ട് മനുഷ്യന്. എന്താണ് 2 തരം ക്ഷയം? ഒന്ന് ശരീരത്തിന്റെ ക്ഷയം. അതുകൊണ്ട് ആ ക്ഷയരോഗം, ടിബിക്ക് ക്ഷയരോഗം, ശരീരം ക്ഷീണിച്ച് വരുന്നതാണ് ക്ഷയം എന്ന് പറയുക. അപ്പോ ശരീരം ക്ഷയിക്കുമ്പോ ആ ക്ഷയത്തിൽ നിന്ന് ത്രാണനം നമ്മളെ രക്ഷപ്പെടുത്തുന്നത് എങ്ങടാ? അത് വയലാണ്. എങ്ങനെയാ വയല്? കഴിഞ്ഞ വർഷം ആന്ധ്രയിലെ ക്ഷേത്രത്തിൽ വയലിൽ ഉദിച്ച സൗരോർജം കൊണ്ടാണ് ഞാൻ ഇപ്പൊ തളരാതെ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എന്റെ ശബ്ദം ക്ഷയിച്ചു പോകാത്തത് എങ്ങനെയാ? കഴിഞ്ഞ വർഷം ആന്ധ്രയിലെ ക്ഷേത്രത്തിൽ വയലിൽ ഉദിച്ച സൂര്യന്റെ കിരണങ്ങളെ
അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോ സിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദിന് കയറ്റിയിട്ട് സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, മീറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം വഴി തലശ്ശേരി കടന്ന് മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ, ശ്രീകൂർബ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള FCI ഗോഡൌണിൽ കൊണ്ടുവന്ന അരി ചിറ്റാരി പറമ്പിലെ കാഞ്ഞാമ്പാസുവാട്ടിന്റെ റേഷൻ പീടിയെ കൊണ്ടുവന്നിട്ട് എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട 4 ദോശ ഞാൻ രാവിലെ തിന്നതിന്റെ ഊർജമാണ് എന്റെ തൊണ്ടേന്ന് കേൾക്കുന്ന ഈ ഒച്ച. അപ്പൊ എന്റെ ശരീരത്തെ ക്ഷയത്തിൽ നിന്ന് തടയുന്ന ക്ഷേത്രമാണ് വയൽ. മറ്റൊരു ക്ഷേത്രം ഏതാ? അതാണ് ആധ്യാത്മിക ക്ഷേത്രം. ആന്തരികമായി മനുഷ്യന് സത്യം അന്വേഷിക്കുവാനുള്ള ഒരു ബുദ്ധിയുണ്ട്, അകമുണ്ട്. മനുഷ്യന് മാത്രമേ അതുള്ളൂ. ഒരു പക്ഷിമൃഗാദികൾക്കും അകമില്ല. താൻ നായയാണെന്നറിയുന്ന ഒരു നായയും ഈ ഭൂമിയിലില്ല. ആനക്ക് തന്റെ പേര് ആനയാണെന്നറിയില്ല, തന്നെ പറ്റി അറിയില്ല. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ. ഇതിൽ കടന്നു വന്ന അശോകാട്ടം നടത്തിയ സേവനങ്ങൾ, ഇതിനെ പറ്റിയിട്ട് അലക്സാണ്ടർ ജേക്കബിന്റെ പ്രസംഗങ്ങൾ, ഇതൊക്കെ നമുക്കറിയാലോ. എവിടെ നിന്നാണ് നമ്മൾ വന്നതെന്നറിയാലോ. അതറിയുന്നവർക്ക് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്നറിയൂ. എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയുന്നവർക്ക് എവിടേക്കോ പോണു ഞാൻ. ഉദാലകാരുണി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹത്തിന് ആന്തരിക ജ്ഞാനമുണ്ട്, പക്ഷെ ബാഹ്യജ്ഞാനമില്ല. ഭൗതിക ജീവിതത്തെ പറ്റി അറിയില്ല. അപ്പൊ ഭൗതിക ജീവിതത്തെ പറ്റി അറിയാത്തത് കൊണ്ട് ഇദ്ദേഹം തന്റെ പഠനം മുഴുവൻ പുത്രനായിരിക്കുന്ന ശ്വേതകേതുവിനെ പഠിപ്പിച്ചു. ശ്വേതകേതു ആന്തരിക പഠനം പൂർത്തിയാക്കിയപ്പോ ഭൗതിക പഠനത്തിനായി പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്യൻ, അദ്ദേഹം മഹാപണ്ഡിതനാ, അദ്ദേഹത്തിന്റെ അടുത്ത് അയച്ചു ഉദാലകാരുണി. ശ്വേതകേതു അവിടെ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയിട്ട് തന്റെ പിതാവിനോട് ആദ്യം ചോദിച്ച ചോദ്യമാണ്, പിതാവേ, ഞാൻ എവിടുന്നാ വന്നേ? ഞാൻ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. നമ്മൾ കടന്നു വന്ന വഴികളറിയണം. അതിന് മറുപടിയായിട്ട് ഉദാലകാരുണി ശ്വേതകേതുവോട് പറഞ്ഞതാണ്, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ വീണ മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതു, തത്വമസി, ആ മഴത്തുള്ളി നീയാകുന്നോ? പല പൂവുകളിൽ നിന്ന് തേന് ശേഖരിച്ച തേനീച്ച അത് തേൻവലയിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഒരു തുള്ളി തേനിന് പറയാൻ കഴിയുമോ താൻ ഏത് പൂവിൽ നിന്ന് വന്ന തേനാണെന്ന്? ഹേ ശ്വേതകേതു, തത്വമസി, ആ തേൻതുള്ളി നീയാകുന്നോ? പല വയലുകളിൽ നിന്ന് കളിമണ്ണ് ശേഖരിച്ച ഒരു കുംഭാരൻ, കുലാലൻ, കുശവൻ അതുകൊണ്ടൊരു മൺകലമുണ്ടാക്കിയാൽ ആ മൺകലത്തിന്റെ പക്കത്തിരിക്കുന്ന ഒരു തരി മണ്ണിന് പറയാൻ കഴിയുമോ താൻ ഏത് വയലിൽ നിന്ന് വന്ന മൺതരിയാണെന്ന്? ഹേ ശ്വേതകേതു, തത്വമസി, ആ മൺതരി നീയാകുന്നോ? തത്വമസി എന്ന ഭാരത തത്വശാസ്ത്രത്തിന്റെ ഏറ്റവും കരുത്തുറ്റ ഭാഗം ഈ ലോകത്തേക്ക് വരുന്നത് ശ്വേതകേതു ഉദാലകാരുണി സംവാദത്തിലൂടെയാണ്. അത് നീയാകുന്നു. നമ്മൾ കടന്നു വന്ന വഴികൾ അറിയും, പോകുന്ന വഴികൾ അറിയണം. അതിന് വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കണം. ആ വിളക്കുമരം ഈ ഓടുകൊണ്ട് പിച്ചള കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വിളക്കുമരമല്ല. ആ വിളക്കുമരത്തിൽ ഒന്നാണ് നേരത്തെ ഇവിടെ ചൊല്ലിയ ആട്ടക്കഥയുടെ പുസ്തകങ്ങൾ. നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ സാഹിത്യങ്ങൾ, ആ സാഹിത്യങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, രാമായണം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് രാമനെ അറിയുമായിരുന്നോ? ഭാഗവതമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് കൃഷ്ണനെ അറിയുമായിരുന്നുവോ? ചിത്രകാരന്മാർ വരച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് കൃഷ്ണനും രാമന്റെയും ചിത്രം അറിയാമായിരുന്നോ? ഏതെങ്കിലും ദൈവം സെൽഫി എടുത്തിട്ട് അയച്ചാൽ നമുക്ക് ഞാൻ ഇങ്ങനെയാന്ന്? അല്ലല്ലോ. ദൈവത്തെ സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ശില്പികളും സൗന്ദര്യബോധത്തിൽ അധിഷ്ഠിതമായി പടുത്തുയർത്തിയതാണ്. ഭാഗച്ചാർത്ത് കഴിഞ്ഞ കൃഷ്ണനെ ഗുരുവായൂരിൽ പ്രതിഷ്ഠിക്കുന്നതിന് പകരം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ.
മഹാഭാരതം കിളിപ്പാട്ട് വായിക്കൂ, അതിൽ കർണപർവം എടുക്കൂ. ആ കർണപർവത്തിൽ പാർത്ഥസാരഥിയായി തേര് തെളിക്കുന്ന കൃഷ്ണനെ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നു. നിരന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചിഗൂരഭാരവും മണികൾ മിന്നുന്ന മണിക്കിരീടവും. അത് മുഴുവൻ വായിച്ചു കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ഉള്ളിൽ കൃഷ്ണൻ പ്രതിഷ്ഠിതമാകുന്ന അത്ഭുത പ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സാഹിത്യകൃതികൾ, ഈ കലാരൂപങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് തൊടീക്കളം ശിവക്ഷേത്രത്തിന്റെ മഹത്വം ലോകത്തിന്റെ മുന്നിൽ അറിഞ്ഞത്. അവിടുത്തെ പൂജാരിയുടെ പൂജയുടെ മഹത്വം കൊണ്ടല്ല, അതറിഞ്ഞത് ആ ചുമരിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രകൃതിയിലെ ഇലകൾ കൊണ്ട് ചായങ്ങൾ ഉണ്ടാക്കി, മണ്ണും ഇലയങ്ങൾ കൊണ്ട് ചായങ്ങൾ ഉണ്ടാക്കി, മ്യൂറൽ പെയിന്റ് കൊണ്ട് വരച്ചിരിക്കുന്ന അതിസുന്ദരവും മനോഹരവുമായ ചിത്രങ്ങൾ വരച്ചതുകൊണ്ടാണ്. അവിടെയാണ് സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായിട്ട് ദൈവം അവിടെയാണ് ഉണരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രകാശഗോപുരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കാം. ആ പ്രകാശമാണ് സത്യം. ആ പ്രകാശത്തെ തേടുമ്പോഴാണ് നമ്മൾ അമ്പലത്തിൽ തൊഴുതു നിൽക്കുക. നട തുറക്കട്ടെ, നട തുറന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തൊഴുതു നിൽക്കുമല്ലോ, പൂജ നടക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ദൈവം എല്ലാം കാണുന്നില്ലേ? എല്ലായിടത്തും ഇല്ലേ? ഇപ്പൊ ഈ നട തുറന്നാലേ ദൈവം നമ്മളെ കാണും? ദൈവം നമ്മൾ തൊഴുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ നട തുറക്കുന്ന കാത്തു നിൽക്കുന്നത്? അല്ലേ, അല്ല. നട തുറക്കാൻ കാത്തു നിൽക്കുന്നത് ആ അമ്പലത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം മന്ത്രങ്ങളിലൂടെ ദൈവത്തെ പറ്റിയിട്ടുള്ള മർമ്മരങ്ങളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന ആ ദൈവത്തിന്റെ വിവിധ ഭാവങ്ങളുടെ പ്രകാശമുണ്ടല്ലോ. ഈ 5 തിരിയിട്ട വിളക്കിൽ പഞ്ചഭൂതങ്ങളുടെ പ്രകാശം, 7 തിരിയിട്ട വിളക്കിൽ 7 ലോകങ്ങളുടെ പ്രകാശം. മനസ്സിലായി? 2 തിരിയിട്ട വിളക്കിൽ സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം, 1 തിരിയിട്ട വിളക്കിൽ ആത്മാവിന്റെ പ്രകാശം. അത്തരത്തിൽ വിവിധ പ്രകാശങ്ങളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്ത് നട തുറന്നാൽ ആ പ്രകാശത്തെ ഏറ്റുവാങ്ങുക. ആ പ്രകാശത്തെ ഏറ്റുവാങ്ങുക. ഇവിടെ 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 ഇതാ ബിന്ദു, പഞ്ചായത്ത് പ്രസിഡന്റ്. ബാക്കി 4 മെമ്പർമാരാ. പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഇതല്ലേ ലൈക്കടിക്കുന്നവരല്ലേ? ഇതല്ലേ തള്ളവരല്? തള്ള അമ്മയാ, ബാക്കിയെല്ലാം മക്കളാ. ഈ തള്ളവരൽ ആരെങ്കിലും ദൈവമല്ലേ പ്രധാനം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചൂണ്ടാറുണ്ടോ? നമ്മൾ നമസ്തേ എന്ന് പറയാറില്ലേ? നമസ്തേ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനല്ല എന്നാ. ഞാൻ എന്ന് പറഞ്ഞാൽ അല്ല, മാ എന്ന് പറഞ്ഞാൽ ഞാൻ, നമാന്ന് പറഞ്ഞാലോ ഞാനല്ല, പിന്നെ ആരാ? നീയാണ്. തേ നീയാണ്. നമസ്തേ എന്ന് പറഞ്ഞാൽ നോട്ട് മീ ബട്ട് യു, ഞാൻ എന്നേക്കാൾ നിനക്ക് പ്രാധാന്യം തരുന്നു. അപ്പോ നമസ്തേ നമസ്തേ എന്ന് പറയുമ്പോ നമ്മുടെ കയ്യിലെ പ്രധാനപ്പെട്ടവരിൽ നിനക്കല്ലേ പ്രാധാന്യം? ഇങ്ങനെ തൊഴാറുണ്ടോ? ഇല്ല, അതിങ്ങോട്ടാണ്. എവിടെ? ആ വെളിച്ചത്തെ ഏറ്റുവാങ്ങി ഇവിടെ എത്തുക. ഇവിടെ എത്തിയാൽ മാത്രം പോരാ, വികാരങ്ങളിൽ വെളിച്ചമുണ്ടായാൽ പോരാ, ചിന്തയിലും വെളിച്ചമുണ്ടാവണം. അടുത്ത പരിപാടി ഇതല്ലേ? മേലേക്കാവിലും താഴേക്കാവിലുള്ള ആൾ വിടിയാ. ഈ പ്രകാശം മേലോട്ടും പോട്ടെ, താഴോട്ടും പോട്ടെ. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും വികാരവും ചിന്തകളും പരസ്പര പൂരിതമാകണം എന്നതാണ് ഈ അതിന്റെ അർത്ഥം. ചിലയാൾക്ക് വികാരം ചോപിച്ച് വികാരം കൊള്ളും, ചിന്ത അടിമയായി പോകും. ചിലയാൾ ചിന്ത മാത്രം, ഒരു വികാരം ഉണ്ടാവില്ല. വികാരം ഇല്ലേ, കുഴപ്പമുണ്ട്. വികാരം ഉണ്ടാവണം, ചിരിക്കുകയും വേണം, കരയും വേണം. മനുഷ്യന് വികാരങ്ങൾ, പക്ഷെ എപ്പോൾ എത്ര അളവിലെന്നതാണ് ചോദ്യം. ഈ അളവ് തെറ്റിയിട്ടാ നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നത്. എവിടെ താളം തെറ്റിയ? വികാരം പ്രകടിപ്പിക്കാൻ ഒരു താളമുണ്ട്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിന്റെ പരിസരത്ത് മുഴുവൻ മനുഷ്യന്റെയും ആന്തരിക വികാരങ്ങളുടെ താളക്രമം സൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വന്തം ദൈവമാകുന്നത്.